നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധ്യ ഫിലിപ്പീൻസിലെ സെബു മേഖലയിൽ ശക്തമായ ഭൂകമ്പം. വലിയ രീതിയിലുള്ള ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. 20ഓളം പേർ ഈ ഭൂകമ്പത്തിൽ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ചൊവ്വാഴ്ച രാത്രി പ്രാദേശിക സമയം 10 മണിയോടെയാണ് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 6.9 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. 30ലേറെ പേർക്ക് പരിക്കേറ്റു. 20ഓളം പേർ മരിച്ചു. എന്തായാലും വലിയൊരു സംഭവം, വലിയൊരു ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. 4 കെട്ടിടങ്ങളും 6 പാലങ്ങളും പൂർണ്ണമായി തകർന്നുവെന്നാണ് സെബു പ്രവിശ്യയിലെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽപ്പെട്ടാണ് 20ഓളം പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം മ്യാൻമാറിലും അതിശക്തമായ ഭൂചലനം ഉണ്ടായതും ഈയിടയ്ക്കായിരുന്നു. റിക്ടർ സ്കെയിലിൽ 4.7 തീവ്രതയാണ് മ്യാൻമാറിൽ രേഖപ്പെടുത്തിയത്. രാവിലെ 6:10ഓടെയാണ് സംഭവം ഉണ്ടായത്. ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായി. മണിപ്പൂർ, നാഗാലാൻഡ്, അസം എന്നിവിടങ്ങളിലായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ഉണ്ടായത്. മണിപ്പൂരിലെ ഉക്രുലിൽ നിന്നും 27 കിലോമീറ്റർ അകലെ 15 കിലോമീറ്റർ ആഴത്തിൽ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. നാഗാലാൻഡിലെ വോഗയിൽ നിന്ന് 155 കിലോമീറ്റർ അകലെയായിരുന്നു ഈ പ്രഭവ കേന്ദ്രം. ഇവിടെ നിന്ന് ഡിമാപൂരിലേക്ക് 159 കിലോമീറ്ററും മോക്ചുങ്ങിലേക്ക് 177 കിലോമീറ്ററും മിസോറാമിലെ ഗോബയിലേക്ക് 171 കിലോമീറ്ററും ചമ്പായിലേക്ക് 193 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അതിനിടെ സൗത്ത് അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലും റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതും ഈയിടയ്ക്കായിരുന്നു. വടക്കു പടിഞ്ഞാറൻ വെനസ്വേലയിൽ ഭൂചലനം ഉണ്ടായത് US ജിയോളജിക്കൽ സർവേ അറിയിച്ചിരുന്നു. വെനസ്വേലൻ സംസ്ഥാനമായ സൂലിയായിൽ സ്ഥിതി ചെയ്യുന്ന മിനി ഗ്രാൻഡയുടെ വടക്ക് കിഴക്കായി 15 മൈൽ അകലെയായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. വെനസ്വേലയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. മാത്രമല്ല, അയൽരാജ്യമായ കൊളംബിയയിലും പ്രകമ്പനമുണ്ടായി. അതിർത്തിക്ക് സമീപം ആൾപ്പാർപ്പുള്ള ഓഫീസ് കെട്ടിടങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ചൈനയിലെ ഗാൻസുവിൽ ശക്തമായ ഭൂചലനം ഉണ്ടായതും ഈയിടയ്ക്കായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഗാൻസു പ്രവിശ്യയിലെ ഡിങ്സിയയിലെ ലോങ്സി കൗണ്ടിയിലായിരുന്നു ഭൂചലനം ഉണ്ടായത്. 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് ചൈന ഭൂകമ്പ നെറ്റ്വർക്ക് സെന്റർ റിപ്പോർട്ട് ചെയ്തു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം 34.91 ഡിഗ്രി വടക്കൻ അക്ഷാംശത്തിലും 104.58 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലുമാണ് സ്ഥിതി ചെയ്തിരുന്നത്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് CENC സ്ഥിരീകരിക്കുകയും ചെയ്തു. ചൈനയിലെ ഗാൻസു മേഖലയിൽ ശനിയാഴ്ച 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായി യൂറോപ്യൻ മെഡിറ്ററേനിയൻ ഭൂകമ്പശാസ്ത്ര കേന്ദ്രം സ്ഥിരീകരിച്ചിരുന്നു. ഇത്തരത്തിൽ ഭൂകമ്പങ്ങൾ അവിടെങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കെട്ടിടങ്ങൾ തകരുന്നു, ആൾനാശം, ആളുകൾക്കും മരണം സംഭവിക്കുന്നു. എന്തായാലും ഈ ഫിലിപ്പീൻസിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.